ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വലിയൊരു വിവാദമുണ്ട്. വെള്ളാപ്പള്ളി നടേശനും ഷംസീറുമായുള്ള ഒരു ഏറ്റുമുട്ടൽ. അതിൽ ഷംസീറിനെ അനുകൂലിച്ചും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞും CPM, അത് പിണറായി വിജയൻ തന്നെ ഇന്നലെ രംഗത്തെത്തി MV ഗോവിന്ദനും ഈ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായി. ഇതിന് തൊട്ടു മുൻപ് പിണറായി വിജയൻ്റെ വാഹനത്തിൽ കയറ്റി ശബരിമലയിൽ അവിടെ പമ്പയിൽ വെച്ച് നടന്ന പരിപാടിയിലേക്ക് കൊണ്ടുപോയതാണെന്ന് ഓർക്കണം. എന്തുകൊണ്ടാവും CPM ഇങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്ക്? ഇപ്പോൾ ഇനി പിണറായി വിജയനും വെള്ളപ്പള്ളിയുടെ ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ 10 വർഷവും SNDP ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയാതിരുന്നവരാണ് ഇവർ. ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റമ്പി ഇനിയിപ്പോൾ ഉടനെ ഒരു തെരഞ്ഞെടുപ്പില്ല, ഇനി തെരഞ്ഞെടുപ്പ് വന്നാലും ഇവർ ലോക്സഭയാണ് വരാൻ പോകുന്നത്, രക്ഷപ്പെടാൻ പോകുന്നില്ല. പിന്നെ വെള്ളപ്പള്ളി നടേശനെ തള്ളി ഇതിപ്പോൾ ഏപ്രിൽ മാസത്തിന് മുമ്പായിരുന്നെങ്കിൽ ഈ ഗോവിന്ദനും പിന്നെ പിണറായി വിജയനും ഷംസീറിനെ തള്ളിപ്പറയുകയും വെള്ളപ്പള്ളിയെ അനുകൂലിക്കുകയും ചെയ്യുമായിരുന്നു. അവസരവാദ രാഷ്ട്രീയമാണ്. അവരാവശ്യത്തിന് വെള്ളപ്പള്ളിയെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ 5 കൊല്ലവും, അല്ല അതിന് മുമ്പ് 5 കൊല്ലവും 10 കൊല്ലവും. ഇപ്പോൾ ഒരു കാര്യം ശ്രീ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞത് വളരെ വസ്തുതയാണ്. ഈ ഗണപതി മിത്താണെന്ന് പറയുന്ന ആള് അവരുടെ എല്ലാ ആചാരങ്ങളിലും പങ്കെടുക്കുകയാണ്. നമ്മളെ ഗണപതി മിത്തും ഞമ്മൻ്റെ പിന്നെ ദൈവം പിന്നെ സത്യമാണെന്നൊരു ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെ പറയാൻ പറ്റുന്നത്? അപ്പോൾ അത് ലീഗല്ലേ, അല്ലെങ്കിൽ ഇയാളെന്ത് CPM ആണെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. മുസ്ലിം വോട്ടിലേക്ക് വീണ്ടും പെനട്രേറ്റ് ചെയ്യാനുള്ള CPMൻ്റെ ഒരു ശ്രമം കൂടിയായി ഇപ്പോഴത്തെ ഒരു നീക്കത്തെ വിലയിരുത്താൻ കഴിയും. അല്ല, അങ്ങനെ പെട്ടെന്ന് അവർ അനുകൂലിക്കില്ല. മുസ്ലിങ്ങൾ വോട്ടർമാരെ പോലെ സമർത്ഥന്മാരായിട്ടുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള വോട്ടർമാർ ഇന്ത്യ രാജ്യത്ത് വേറെ ഇല്ല. അതുകൊണ്ട് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരാരെങ്കിലും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മുസ്ലിങ്ങളാരും ഇത്തവണ വോട്ട് ചെയ്തില്ലല്ലോ പിണറായി വിജയന്. അവരിനി ലോക്സഭയെ ചെയ്യുമോ? ലോക്സഭയാകുമ്പോഴേക്ക് LDF അപ്രസക്തമായി പോവില്ലേ? അവർക്ക് എന്താ ഉള്ളത് ലോക്സഭയിൽ? അവരാരോടാണ് നോക്കുന്നത്? അവർ രണ്ടുപേരും മുന്നണിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തിനാ അവർ കോൺഗ്രസിനെ ചെയ്യുള്ളൂ മുസ്ലിങ്ങൾ? നേരത്തെ പറഞ്ഞു CPM അവരുടെ ഒരു മുസ്ലിം ഔട്ട്റീച്ച് അവർക്ക് പരാജയപ്പെട്ടു പോയി എന്ന രീതിയിൽ ഒരു വിലയിരുത്തൽ വന്നു. സ്വാഭാവികമായ രീതിയിൽ BJP നടത്തിയ ക്രിസ്ത്യൻ ഔട്ട്റീച്ചുകൾ ധാരാളം ഉണ്ടായിരുന്നു സംസ്ഥാനത്ത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതൊന്നും ഫലം കണ്ടതായി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാനുമില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പാളിപ്പോയോ BJPയുടെ ഭാഗത്തു നിന്നും? അല്ല, എല്ലാ പരീക്ഷണങ്ങളും ഒറ്റയടിക്ക് വിജയിക്കില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് BJPയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായ നിലയിലാണ് അതിനെ കണ്ടത്. കാരണം കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2 മതന്യൂനപക്ഷങ്ങളും ഒരേ സമയം നമ്മളെ ആക്രമിക്കുന്ന ഒരു നില ഉണ്ടാവരുത് എന്നുള്ളത്. ഇപ്പം മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എന്തായാലും കുറച്ചു കാലത്തേക്ക് കൂടി ഒരു നമ്മളോടൊരു അൺടച്ചബിലിറ്റി ഉണ്ട്. ഇപ്പം BJP നേതാവായാലും ഞാനിപ്പോൾ പിന്നെ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമല്ല. വളരെ ചുരുങ്ങിയൊരു ശതമാനം മുസ്ലിം വോട്ടേ നമുക്ക് കിട്ടുന്നുള്ളൂ. ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ അത്തരത്തിലുള്ളൊരു അസംതൃപ്തി, BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങുന്നു എന്നുള്ളൊരു തോന്നലില്ലാതിരിക്കുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും ആലോചിച്ചിട്ട് ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് ശ്രമിച്ചത്. പക്ഷേ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രത്യേകത, എങ്ങനെയെങ്കിലും പിണറായി വിജയനെ തോൽപ്പിക്കണം എന്നാണ് മതന്യൂനപക്ഷം പ്രത്യേകിച്ചും ആഗ്രഹിച്ചത്. എല്ലാ വിഭാഗം ജനങ്ങളും, ഹിന്ദുക്കളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിച്ചത്. അതിനിടയിലാണ് നമ്മൾ ഈ പിന്നെ വളർച്ച ഉണ്ടാക്കിയിരിക്കുന്നത്. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് അവർ ചോദിച്ചപ്പോൾ അവർ നേരെ നോക്കിയത് ഇവരെ തോൽപ്പിക്കാൻ ആരുണ്ടെന്നാണ് അവർ നോക്കിയത്. പാലട്ട് പെട്ടിയിലേക്ക് അവർ നോക്കിയത് LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവിടെ കോൺഗ്രസ് ഉണ്ടോ ലീഗ് ഉണ്ടോ എന്ന് അവർ നോക്കിയത്. അപ്പോൾ BJP ഉണ്ടോയെന്ന്, അല്ലെങ്കിൽ BJPക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച സ്ഥലത്ത് അവർ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ജയിക്കുമെന്ന്. അപ്പോൾ അതിനർത്ഥം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് അമ്പേ പരാജയപ്പെട്ടെന്നല്ല. പിന്നെ ഇത്രയൊരു എന്താ പറയുക, ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇപ്പോൾ ഒരു 100% ഈ ഇലക്ഷനിൽ തന്നെ സക്സസ് ആവുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് ഈ കുഴപ്പം പറ്റിയത്. മറ്റൊരു വിഷയത്തെക്കുറിച്ച് കുറേയധികം ദിവസങ്ങളായി മാധ്യമങ്ങളടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നതാണ്. BJP പ്രവർത്തകർക്കിടയിലും അനുഭാവികൾക്കിടയിലും ഒക്കെ തന്നെ അതിൽ ചില സംശയങ്ങളും മറുപടി കിട്ടേണ്ടതുണ്ട്. ഈ ഫണ്ട് വിവാദം എന്ന തരത്തിൽ തുടർച്ചയായി മാധ്യമങ്ങളിൽ വാർത്ത വരികയാണ്. അതിൽ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ നടപടി വേണമെന്ന ആവശ്യങ്ങളുണ്ടാകുന്നുണ്ട്. വലിയ തോതിൽ ഫണ്ട് വെട്ടിപ്പ് നടന്നു എന്ന് പറഞ്ഞ് കുറേ രേഖകൾ പുറത്തുവിടുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത എന്താണ്? അല്ല, നമ്മൾ ഇതിലൊരു പ്രശ്നം, ഇതിനൊരു മറുവശമുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു പത്രമാധ്യമവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ മറുവശം കണ്ടിട്ടില്ല. നോക്കൂ, കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസത്തിനകം പാർട്ടിയുടെ സെൻട്രൽ ഓഡിറ്റിംഗ് ടീം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിനിമയം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു.
ഒരേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മാത്രമാണ്. BJP മാത്രമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇത്ര വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തി ഒരു നയാ പൈസ പോലും എങ്ങനെ ചെലവഴിച്ചു എന്ന് കണക്കാക്കി അതിനുള്ള പരിശോധിച്ച് ഒരു 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 ഓഡിറ്റിംഗ് പ്രോസസ്സ് നടത്തിയിട്ടുള്ളൂ. കോൺഗ്രസ് അധികാരത്തിൽ വന്നവിടെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ? CPM ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചതാണ്. അവരാരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് നടത്തിയിട്ടുണ്ടോ? നോക്കൂ, 6-7 ലക്ഷം പ്രവർത്തകർ പിന്നെ അധ്വാനിച്ചിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവരാണ് ചെറിയ പ്രവർത്തനം മുതൽ വലിയ പ്രവർത്തനം വരെ നമ്മുടെ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്. മനുഷ്യ സഹജമല്ലേ 2, 3, 4 ആൾക്കാർക്കെതിരായിട്ട് പിന്നെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ആക്ഷേപം ഉണ്ടാവുന്നത് ഒരു തെറ്റായ കാര്യമാണോ? എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഇത്രയും നല്ലൊരു പ്രോസസ്സിലൂടെ വളരെ സുതാര്യമായി പരിശോധിച്ച് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്ന് നോക്കിയപ്പോൾ ചിലപ്പോൾ ചില സ്ഥലത്ത് അപാകതകൾ കണ്ടിട്ടുണ്ടാവും. അതിനെ ഇങ്ങനെയാണ് ഇവിടെ വ്യാഖ്യാനിച്ചത് മാധ്യമങ്ങളും എതിരാളികളും. മറ്റൊരു ചോദ്യം, ഈ അടുത്ത് പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും ഒരു വാർത്ത പുറത്തു വന്നത്, അതിൽ ശിക്ഷിക്കപ്പെട്ടിരുന്ന വ്യക്തി അദ്ദേഹത്തിന് ജാമ്യം നൽകുകയും വിചാരണ കോടതിയുടെ വിധിയിൽ വളരെ ഗുരുതരമായ പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കേരളത്തിൽ ചില മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ ചില ഇസ്ലാമിക സംഘടനകൾ ഉൾപ്പെടെ ഇദ്ദേഹത്തെ ഇങ്ങനെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയെന്ന് നേരത്തെ തന്നെ വാർത്തകളും പുറത്തു വന്നിരുന്നതാണ്. എന്താണ് അങ്ങയുടെ? BJP ഈ വിഷയത്തിൽ പരസ്യമായി നേരത്തെ തന്നെ ഈ നിലപാട് പറഞ്ഞതാണ്. കാരണം പാലത്തായിലെ പത്മരാജൻ മാഷെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു വീഴ്ച ഉണ്ടാവില്ല എന്ന് വളരെ വ്യക്തമായി. ഇത് കെട്ടിച്ചമച്ച ഒരു കേസാണ്. മാത്രമല്ല, അന്വേഷണം നടത്തിയ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും, ഉയർന്ന തലത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഇതിനകത്ത് ഒരു തരത്തിലുള്ള തെറ്റും അദ്ദേഹത്തിൻ്റെ ഭാഗത്തില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ പിന്നീടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ ഇടപെടൽ ഉണ്ടാവുന്നത്. അത് പ്രധാനപ്പെട്ട പല മാധ്യമങ്ങളിലുള്ള PFI എലിമെൻറ്റുകൾ, അതുപോലെ അത്തരം രാഷ്ട്രീയ പാർട്ടികൾ, പോലീസിനകത്തുള്ള ചില ആളുകൾ, പിന്നെ CPM-ലെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കൾ, അവരെല്ലാവരും ചേർന്ന ഒരു ഗൂഢാലോചന. ഞാൻ ഈ വിഷയത്തിൻ്റെ പേരിൽ എനിക്ക് ഓർമ്മയുണ്ട്, പല പ്രമുഖമായിട്ടുള്ള പല മാധ്യമങ്ങളോടും ഞാൻ ഏറ്റുമുട്ടിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന്. കാരണം അവർ ചില മാധ്യമ പ്രവർത്തകർ പിന്നെ നമ്മൾ വളരെ സെക്കുലറാണെന്ന് വിചാരിക്കുന്ന ഒരു മീഡിയയുടെ അകത്തിരുന്നു കൊണ്ട് വിനാശകരമായ രീതിയിലാണ് ഇടപെട്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ അതുവഴി BJP-യെയും RSS-നെയും വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി ഇത്രയും ക്രൂരമായ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ആൾക്കാർ പൊതുസമൂഹത്തിൽ വളരെ മാന്യന്മാരായിട്ട് നടക്കുക, അവരെല്ലാം യോജിച്ച് നടത്തിയൊരു നീക്കമായിരുന്നു അത്. അവസാനം മറ്റേ ശൈലജ ടീച്ചർ ഒക്കെ ആദ്യം ഇത് സമ്മതിച്ചതാണ്. പക്ഷേ CPM-ലെ ഒരു വിഭാഗം എല്ലാം ചേർന്ന് ഇതിനെ അതിപ്പോൾ എന്തായാലും കോടതി തെളിഞ്ഞിരിക്കുന്നു. ഇതുപോലത്തെ പല സംഭവങ്ങളും ഇതിനു മുമ്പും കേരളത്തിലുണ്ടായിട്ടുണ്ട്. 2 കാര്യങ്ങൾ കേരളത്തിൽ BJP കുറച്ച് ലാക്ക് ചെയ്യുന്നു, കുറേ കാലമായി ലാക്ക് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് യുവാക്കൾക്കിടയിലേക്ക് കൂടുതലായി, ജെൻസി എന്ന് വേണമെങ്കിൽ പറയാം, യുവാക്കൾക്കിടയിലേക്ക് കൂടുതലായൊരു ഇറങ്ങിച്ചെല്ലാൻ പാർട്ടിക്ക് കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. യൂണിവേഴ്സിറ്റികൾ എടുത്താൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ആളുകളെ നോക്കിയാൽ ഒക്കെ തന്നെ ഒരു സെറ്റ് ബാക്ക് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് ജനങ്ങൾക്കിടയിലേക്ക് അവതരിപ്പിക്കുന്നതിൽ കുറച്ച് പിന്നോക്കമാണ് എന്നും തോന്നാറുണ്ട്. കാരണം ഒരു ട്രെയിൻ അനുവദിച്ചാൽ പോലും പ്രതിപക്ഷം, അത് BJP-യുടെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലാണെങ്കിൽ പോലും പ്രതിപക്ഷം MP-മാർ അതിൽ ഫ്ലക്സ് വയ്ക്കുന്ന സാഹചര്യവുമുണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധിക്കാറില്ല. ഈ 2 വിഷയങ്ങൾ പരിഹരിക്കാൻ എന്ത് ഇടപെടലാകും? അല്ല, യുവാക്കൾക്കിടയിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതൊക്കെ വിചാരപരിവാരത്തിലെ എല്ലാ സംഘടനകളും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു വിഷയമാണത്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ. ഞങ്ങളെ സംബന്ധിച്ച് യുവമോർച്ച കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം പ്രവർത്തനങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. പിന്നെ പൊതു ചർച്ചയിലും ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം യൂത്ത്സിൻ്റെ ഇടയിൽ കൂടുതലൊരു ഔട്ട്റീച്ചിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ എന്തായാലും നടത്തും. മറ്റൊന്ന്, കേന്ദ്ര പദ്ധതികളെ എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ എന്നുള്ളത്. കേന്ദ്ര പദ്ധതികളെ സംബന്ധിച്ച് പിന്നെ രാഷ്ട്രീയമാണല്ലോ എല്ലാത്തിലും. കേരളത്തിൽ ഈ MP-മാരെല്ലാം അവരാണല്ലോ. എന്ത് നല്ല കാര്യം ചെയ്താലും ക്രെഡിറ്റ് ആദ്യം MP-മാർ അതുവഴി. അവരൊക്കെ ഈ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ്. റെയിൽവേയുടെ കമ്മിറ്റിയിൽ അവരുണ്ട്, ബാക്കി പല കമ്മിറ്റികളിലും അവരുണ്ട്. നമുക്കാകെ 2-3 MP-മാരല്ലേ ഉള്ളൂ.
അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. അത് പരിഹരിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് കൂടുതൽ എംപിമാരുണ്ടാവണം, കൂടുതൽ MLA മാരുണ്ടാവണം തീർച്ചയായിട്ടും. പിന്നെ പാർട്ടി സ്വാഭാവികമായി ഇപ്പോൾ ഒരു മാസം നീണ്ടു നിൽക്കുന്ന സേവാ സങ്കല്പ അഭിയാൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സെപ്റ്റംബർ 17 മുതൽ ആരംഭിക്കുകയാണ്. അതിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ഔട്ട്റീച്ച്, ഭരണ നടപടികൾ, അതുപോലെ ഗുണഭോക്താക്കളുടെ ഔട്ട്റീച്ച്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനം ടി വിക്കൊപ്പം ദേശീയ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇത്രയും സമയം അങ്ങ് നീക്കിവെച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കുന്നു. അതുമാത്രമല്ല, ഓണമാണ് വരാൻ പോകുന്നത്. അങ്ങേക്കും കുടുംബത്തിനും ജനം കുടുംബത്തിൻ്റെ എല്ലാവിധ ഓണാശംസകളും. ജനം ടി വിക്കും ജനം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ നൽകുന്നു. പ്രത്യേകം നന്ദി.